നമസ്കാരം, ശിവകുമാർ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളെ നോസ്ട്രിനെ ക്ലീൻ ചെയ്യുന്നതാണ്, മൂക്കിനെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. മൂക്കിനെ ക്ലീൻ ചെയ്താൽ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ, നമ്മളെ ശ്വാസഗതി കൂടും, ശ്വാസോച്ഛ്വാസം ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ശ്വാസത്തെ, ഇപ്പോൾ നമുക്ക് വായു ഇഷ്ടം പോലെ ഉണ്ട്, ഓക്സിജൻ ഇഷ്ടം പോലെ പുറത്തുണ്ട്. പലർക്കും എന്താ പ്രശ്നമെങ്കിൽ ഇത് എടുക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ്, അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നോസ്ട്രിനെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായു സുഖമായിട്ട് പുറമെന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ തീരുന്ന ഒന്നാണ്. അതിനെ പറയുന്നതാണ് ജലനേതി എന്നാണ് പറയുന്നത്. ആ ജലനേതിയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൂത്രനേതി എന്നുണ്ട്, പിന്നെ കൃതനേതി എന്നുണ്ട്, ദൂതുനേതി ഉണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ജലനേതിയാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലേശം ഒറിജിനൽ മഞ്ഞൾപ്പൊടി എടുക്കുക, നാടൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, ബോയിൽ ചെയ്യുക. അതിനുശേഷം അതിൽ ലേശം കല്ലുപ്പിടുക, എന്നിട്ട് അത് അരിക്കുക, എന്നിട്ട് ചൂടാറാൻ വയ്ക്കുക. എന്നിട്ട് അതിൽ ചെറിയ ചൂട് വെള്ളം മാത്രമേ, ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. എല്ലാ ചൂടുണ്ടായ ബുദ്ധിമുട്ടാണ്. അത് ആദ്യം ചെയ്യുന്നതിൽ എന്തായാലും ചൂടുള്ള ചെയ്താൽ മതി. അത് നമ്മൾ ഒരു നോസ്ട്രിൽ ഒഴിച്ചിട്ട് ഈ മറ്റേ നോസ്ട്രിൽ അത് പുറത്തേക്ക് വരും, ജലം പുറത്തേക്ക് വരും. ഈ മൂക്കിൽ ഒഴിക്കുന്നു, ഈ മൂക്കിലൂടെ ജലം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഉള്ളിൽ കംപ്ലീറ്റ് ക്ലീനിങ് നടക്കുകയാണ് ചെയ്യുന്നത്. മൂക്ക് ശരിക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, നോസ്ട്രിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളെല്ലാം നല്ല ബലമുള്ളതായിട്ട് കിട്ടും. കണ്ണുകളുടെ കാഴ്ചശക്തി വർദ്ധിക്കും. ഇതെല്ലാം കണക്റ്റഡാണ്, എല്ലാം കണക്റ്റഡാണ്. ഒരു ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമല്ല ക്ലീൻ ചെയ്യുന്നത്, മറ്റുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനും കൂടി നല്ലതാണ്. പിന്നെ അതിൽ യോഗി സെൻസിലൊക്കെ പറയുന്നത് നമുക്ക് ദിവ്യദൃഷ്ടി വരെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് നമ്മളുടെ ശരീരത്തെ മനസ്സിലൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കി നോക്കുക. ശ്വാസം ശരിയായി കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ശ്വാസത്തിൽ പ്രശ്നം വരുമ്പോഴാണ് എല്ലാം പ്രശ്നമാകുന്നത്. അപ്പോൾ ആ ശ്വാസത്തെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്, ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കിട്ടുന്നത് ഇത് ജലനേതി പോട്ടാണ്. ഇതെല്ലാം നിങ്ങൾ ഗൂഗിളിലൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ കിട്ടാണ്ട്, എവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പ്രയാസം വരില്ല. അപ്പോൾ ഇതാണ്. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, നമ്മളെ പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ ചെറിയ കിണ്ടി ഉണ്ട്, ആ കിണ്ടി എടുത്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. വീട്ടിൽ കിണ്ടി ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണമെന്നില്ല, അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഇടേണ്ടത് മഞ്ഞൾപ്പൊടി, അതേമാതിരി ഉപ്പും ലേശിട്ടാൽ മതി. അതിന് ശേഷം ഇതിൽ നിറയ്ക്കുന്നു. ശരിക്കും ചൂടെല്ലാം കറക്റ്റാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്നെ ജലനേതി പഠിപ്പിച്ചു തന്നൊരു ആചാര്യനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഹിമാലയത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ആശ്രമത്തിൽ നിന്ന്, ശിവാനന്ദ ആശ്രമത്തിൽ നിന്ന്, അവിടുത്തെ ഒരു സീനിയർ സ്വാമിജി, അദ്ദേഹമാണ് ഇത് പഠിപ്പിച്ചു തന്നത്. അദ്ദേഹത്തെ ഞാൻ ഓർത്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു നന്ദികേടാവും, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ജലനേതിയുടെ പോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ഗുരുവിനെയാണ്, അതിനെ പഠിപ്പിച്ചു തന്ന ആ ആചാര്യനെയാണ്. അപ്പോൾ ഓക്കെ, ഇത് ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതേമാതിരി കയ്യിൽ വയ്ക്കുക, കയ്യിൽ വെച്ച് നമ്മൾ ബെൻഡ് ചെയ്യുക, സ്വല്പം ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തതിന് ശേഷം തല ഒന്ന് ചെരിക്കുക. ചെരിച്ചതിന് ശേഷം ഈ നോസിൻ്റെ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോൾ വന്ന് നമ്മൾ നോസ് ഇതിൽ വയ്ക്കുക, മൂക്കിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇതിൽ നമ്മൾ യാതൊരു എഫേർട്ട് കൊടുക്കേണ്ടതില്ല. നമുക്കറിയാമല്ലോ, ഗ്രാവിറ്റേഷൻ തിയറി ആയല്ലോ, ഗുരുത്വാകർഷണത്തോടു കൂടെ വെള്ളം താനെയാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ യാതൊരു എഫേർട്ട് കൊടുക്കേണ്ട, ഫ്രീ ആയി നിൽക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. പേടിക്കാൻ യാതൊന്നുമില്ല, ശ്രദ്ധിക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മൂക്കിലത്തെ വെള്ളം നമ്മൾ വെറുതെ പിഴിഞ്ഞ് കളയാനേ പാടുള്ളൂ. അങ്ങനെ പിഴിഞ്ഞ് ചീറ്റാൻ പാടില്ല, ശബ്ദത്തോടു കൂടെ കളയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇതേമാതിരി ഒന്ന് കളയുക, അത്രയേ വേണ്ടുള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൂക്കിൽ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേയിട്ട് ശ്വാസം എടുക്കുന്നത് ശ്വാസം വിടുന്നത് വായയിലൂടെ ആയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. മൂക്കിൽ ഒഴിക്കുന്നതിന് മുന്നേ വായ തുറക്കുക, ശ്വാസം എടുക്കുന്നത് ശ്വാസം വിടുന്നത് വായയിലൂടെ ആക്കുക. ശേഷം മൂക്കിൽ വെള്ളമൊഴിക്കുക. അടുത്ത സൈഡ് ശ്രദ്ധിക്കുക.
വെള്ളം എടുക്കുന്നു. ഇത് മൂക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ വായ തുറന്നിട്ട് വായയിലൂടെ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യണം. മൂക്കിലൂടെ ശ്വാസം എടുക്കരുത്. ഏറ്റവും പ്രധാനമാണ്. അതിന് ശേഷം ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. ശ്രദ്ധിക്കുക. ഒരു മാറ്റിലിരിക്കുക. പറ്റുവാണെങ്കിൽ പത്മാസനോ അർദ്ധപത്മാസനത്തിലോ അങ്ങനത്തെ പോസ്റ്റിലിരിക്കുന്നതാണ് നല്ലത്. ശേഷം നട്ടെല്ലാം നിവർത്തിയിരുന്ന് ആദ്യം വലത്തെ മൂക്ക് അടച്ചതിന് ശേഷം ഇടത്തെ മൂക്കിലൂടെ ശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടുക. ഇടത്തെ മൂക്കിലുള്ള ശ്വാസം സാവകാശം ഉള്ളിലേക്ക് എടുക്കുക. വലത്തെ മൂക്കിലുള്ള ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക. ശ്രദ്ധിക്കുക. ഇത് മിനിമം 12 പ്രാവശ്യം, അങ്ങനെ മാക്സിമം 25 പ്രാവശ്യം ചെയ്യാം. അത് നിർബന്ധമായിട്ട് ചെയ്യണം. അതിന് ഈ വെള്ളം എവിടെയും കയറി നിൽക്കാൻ പാടില്ല. അതിനെല്ലാം എടുത്തിട്ട് പുറത്ത് കളയണം. അതിന് ശേഷം ഒരു ബ്രീത്തിങ് എക്സസൈസിന് കൊടുക്കുക. ഒരു 5 പ്രാവശ്യം ഭസ്ത്രിക. ഫ്രീ ആയിട്ടിരിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും നമുക്ക് വെള്ളം കയറി എന്ന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാം ഉദ്ധാനാസനം. അപ്പോൾ നമ്മൾ കയറിയ വെള്ളങ്ങൾ വീണ്ടും പുറത്തേക്ക് വരും. അപ്പോൾ ഒന്ന് കൈകൾ ഉയർത്തുക, 2 കൈമുട്ടുകളും പിടിക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ ബെൻഡ് ചെയ്യുക. ഒരു തുള്ളി പോലും വെള്ളം വന്നിട്ടില്ല. ഇതിനർത്ഥം നമ്മൾ കപാൽഭാതി ചെയ്യുന്ന സമയത്ത് വെള്ളം കംപ്ലീറ്റ് പുറത്തു പോയി. അപ്പോൾ മൂക്ക് വളരെ ക്ലിയറായി, നല്ല ക്ലീനായി. ഓക്സിജൻ ഇഷ്ടം പോലെ എടുക്കാം. വൈറസിനെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് കൂടിയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ കണ്ണിൻ്റെ സൈറ്റ് കൂടും, പല്ല് ബലമുള്ളതായി കിട്ടും, ശ്വാസം ഓക്സിജൻ അളവ് നമുക്ക് ശരീരത്തിൽ കൂട്ടാൻ പറ്റും. ഇപ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് ഈ സമയത്ത് ഇതിങ്ങനെ വീഡിയോ ഇട്ടത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ശവാസനത്തിൽ കിടക്കുക. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഒരു പുല്ല് മാറ്റ് വിരിക്കുക, അതിൽ മലർന്ന് ഒരു 5 മിനിറ്റ് കിടക്കുക. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.